നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിലെ തൊഴിൽ നിയമങ്ങൾ, പ്രത്യേകിച്ച് പുതിയതായി ജർമ്മനിയിൽ ഫാമിലി റീയൂണിയൻ വിസയിലും അതുപോലെ തന്നെ ഹൗസ് ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ഇവിടെ പഠിച്ചിറങ്ങിയിട്ട് പുതിയതായി ജോലിക്ക് കയറുന്നവരും ഇനിയും അതൊന്നും കൂടാതെ തന്നെ ജർമ്മൻ സർക്കാർ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കുന്ന ഓപ്പർച്യൂണിറ്റി കാർഡിലൊക്കെ തന്നെ ജർമ്മനിയിലെത്തി ജോലി ലഭിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ലേബർ നിയമവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാണുന്നവർ, ഞങ്ങളെ കേൾക്കുന്നവർ തീർച്ചയായും ഇതൊരു സമ്പൂർണ്ണ ഗൈഡായിട്ട് തന്നെ കരുതാം. ഇനിയും വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, ജർമ്മനിയിൽ നിങ്ങൾക്കൊരു പുതിയ ജോലി ലഭിച്ചു, അറിയണം ഈ പ്രൊബേഷൻ അല്ലെങ്കിൽ പ്രോബസൈറ്റ് നിയമങ്ങൾ. പ്രത്യേകിച്ച് മലയാളികൾക്കൊരു സമ്പൂർണ്ണ ഗൈഡായിട്ടാണ് ഞങ്ങളിത് അവതരിപ്പിക്കുന്നത്. അതിലേക്ക് കടക്കുമ്പോൾ, യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിലേക്ക് ഓരോ വർഷവും ആയിരക്കണക്കിന് മലയാളികളാണ് തൊഴിൽ തേടിയെത്തുന്നത്. കഠിനാധ്വാനം കൊണ്ട് പുതിയൊരു ജോലി സ്വന്തമാക്കിയ ശേഷം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ കടമ്പയാണ് പ്രോബസൈറ്റ് അല്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡ്. ഈ പ്രൊബേഷൻ കാലയളവിൽ ജർമ്മനിയിലെ തൊഴിൽ സംസ്കാരവും അതിന്റെ നിയമങ്ങളും പ്രത്യേകിച്ച് നാട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു സ്ഥിരം കരാറിന്റെ അൺലിമിറ്റഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഉൺബെഫ്രിസ്റ്ററ്റ് പെത്രാഗ് ഇതനുസരിച്ച് പൂർണ്ണമായ നിയമ പരിരക്ഷയും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് മുൻപുള്ള ഈ പരീക്ഷണ കാലയളവിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് ഓരോ മലയാളിക്കും അല്ലെങ്കിൽ മലയാളിയുടെയും അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ പ്രൊബേഷൻ നിയമങ്ങളെക്കുറിച്ചും ഈ കാലയളവിൽ കമ്പനികൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുമാണ് വിശദമായി പറയുന്നത്. എന്താണ് പ്രോബസൈറ്റ്? ഇത് എത്ര കാലം നീണ്ടു നിൽക്കും? ജർമ്മനിയിൽ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളും കമ്പനിയും തമ്മിൽ പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുമോ എന്നു വിലയിരുത്തുന്ന കാലയളവാണിത്. ഈ സമയത്ത് ഓരോരുത്തരുടെയും ജോലിയിലെ മികവ് തൊഴിലുടമ നിരീക്ഷിക്കും എന്നതാണ് അതിന്റെ ഒരു വലിയ വസ്തുത. അത് ഹൗസ് ബിൽഡിംഗിലാണെങ്കിലും അത് ഏത് ഹൗസ് ബിൽഡിംഗിലാണെങ്കിലും ആദ്യത്തെ 6 മാസം നമ്മൾ നിരീക്ഷിക്കപ്പെടും, കൃത്യമായി നിരീക്ഷിക്കപ്പെടും. ഈ ഭാഷയുടെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഡൻസിന്റെ കുറവാണെങ്കിലും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നിരീക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ പ്രൊബേഷൻ പീരീഡിൽ തന്നെ പുറത്താകാനുള്ള സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിച്ചെന്നിരിക്കും. അതുകൊണ്ട് പ്രൊബേഷൻ പീരീഡ് ഒരു പിടിച്ചുനിൽപ്പിന്റെ കാലം കൂടിയാണ്. ഇനി ഇതിന്റെ പരമാവധി കാലാവധി എന്താണെന്ന് ചോദിച്ചാൽ, ജർമ്മൻ നിയമപ്രകാരം പ്രൊബേഷൻ കാലയളവ് പരമാവധി 6 മാസം വരെ മാത്രമേ പാടുള്ളൂ. ഇനി ഇതിന് കുറഞ്ഞ കാലാവധിയുണ്ട്. ഇത് കമ്പനിയുടെയും ജോലിയുടെ സ്വഭാവത്തിന്റെയും അടിസ്ഥാനത്തിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 മാസമായി ചുരുക്കാനും തൊഴിലുടമയ്ക്ക് സാധിക്കും എന്നതാണ് കാര്യം. എന്നാൽ ചില കമ്പനികൾ അത് എല്ലായിടത്തും കിട്ടണമെന്നില്ല. പ്രൊബേഷൻ പീരീഡ് ഇല്ലാതെ തന്നെ ജോലിക്ക് കയറ്റിയ സംഭവം എനിക്ക് നേരിട്ടറിയാവുന്നതാണ്, ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയും ഉണ്ടാകാൻ വഴിയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പ്രൊബേഷൻ പീരീഡ് ഇല്ല എന്നാരും ധരിക്കരുത്. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി കരാറിലെ വ്യവസ്ഥ എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രൊബേഷൻ നിയമം ജർമ്മനിയിൽ എല്ലാ കമ്പനികൾക്കും നിർബന്ധമുള്ള ഒന്നല്ല. ഇത് നിങ്ങളുടെ തൊഴിൽ കരാറിൽ, അതായത് ആർബൈറ്റ്സ് പെത്രാഗിൽ പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ടാവും. കരാറിൽ പ്രൊബേഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊബേഷൻ കാലയളവ് ഇല്ലെന്നും ആദ്യ ദിവസം മുതൽ നിങ്ങൾ സ്ഥിര ജീവനക്കാരാണെന്നും ഉറപ്പിക്കുക. അതാണ് പറയുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടു എന്ന് തന്നെ കരുതാം. എന്നാലും നമ്മുടെ പോരാളിക ജോലിക്കാരൻ എന്നുള്ള നിലയിൽ കമ്പനിക്ക് നമ്മളെ കൊണ്ട് കൃത്യമായ മുന്നേറ്റം കിട്ടുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ടെർമിനേഷൻ കിട്ടിയെന്ന് വരാം. ഇതെല്ലാം തന്നെ നമ്മുടെ കഴിവിനെ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇനി പ്രൊബേഷൻ സമയത്തെ പിരിച്ചുവിടൽ നിയമങ്ങളെ പറ്റി പറഞ്ഞാൽ, ടെർമിനേഷൻ റൂൾസ്. ജർമ്മനിയിൽ സാധാരണയായി ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്, അതായത് കുണ്ടികവും എന്നാണ് ജർമ്മൻ ഭാഷ, അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലേബർ നിയമങ്ങൾ അത്രത്തോളം ജീവനക്കാർക്ക് അനുകൂലമാണ്. എന്നാൽ പ്രൊബേഷൻ കാലയളവിൽ ഈ സംരക്ഷണം ലഭിക്കില്ല. കുണ്ടികുങ്ങിനെ പറ്റി പറയുമ്പോൾ ഇതിനൊരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലമാണ് ഉണ്ടായത്. കഴിഞ്ഞ 87 വർഷമായിട്ട് ഒരു ആളിനും തൊഴിൽ നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു വലിയ നിയമം ഫോക്സ്വാഗൻ കമ്പനി എടുത്തു കളഞ്ഞു. അതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ജോലി പോകാം എന്നുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ കൊല്ലമാണ് അവര് ഫോക്സ്വാഗൻ കമ്പനി ഇത്തരം ഒരു നിയമം മാറ്റിക്കളഞ്ഞത്. 87 വർഷമായിട്ട് അവിടുത്തെ ജോലിക്കാർക്ക് അത്രമേൽ ഷുട്സ് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു നിയമം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ എത്രയോ പേരുടെ, മലയാളികൾ ഉൾപ്പെടുന്ന എത്രയോ പേരുടെ ജോലി നഷ്ടമായി എന്ന് ഞങ്ങൾക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഇനിയും വേറെ കമ്പനികൾ ഉണ്ടാക്കിയെടുക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഇനി കാരണം ബോധിപ്പിക്കേണ്ടതില്ല എന്നാണ് മറ്റൊരു കാര്യം. പ്രൊബേഷൻ സമയത്ത് തൊഴിലുടമയ്ക്ക് വ്യക്തമായ കാരണങ്ങൾ ഒന്നും ബോധിപ്പിക്കാതെ തന്നെ നിങ്ങളെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യാം. ഇതും ഈ അടുത്ത കാലത്ത് മലയാളികൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചു
പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിവിടെ ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ പ്രകടനം തൃപ്തികരമല്ലെന്ന് തോന്നിയാൽ കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ തീരുമാനമെടുക്കാം. അതിന്റെ മുൻകൂർ നോട്ടീസ് എന്ന് പറയുന്ന നോട്ടീസ് പീരീഡ് സാധാരണയായി സ്ഥിര ജോലിയിൽ നിന്ന് മാറ്റാൻ മാസങ്ങളുടെ നോട്ടീസ് വേണമെങ്കിൽ പ്രൊബേഷൻ സമയത്ത് വെറും 2 ആഴ്ചത്തെ, അതായത് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയാൽ മതിയാവും. ഈ പ്രൊബേഷൻ സമയത്ത് തൊഴിൽ ഉടമയ്ക്ക് വ്യക്തമായ കാരണങ്ങളൊന്നും ബോധിപ്പിക്കാതെ തന്നെ ജീവനക്കാരെ പിരിച്ചുവിടാം. അത് 3 മാസമായാലും 6 മാസത്തിനുള്ളിൽ ഇത് സംഭവിക്കാം. എന്നാൽ 2 ആഴ്ചത്തെ മുൻകൂർ നോട്ടീസ്, അതായത് 2 വീക്സ് നോട്ടീസ് നൽകിയിരിക്കണം എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ 6 മാസത്തിനിടയിൽ 2 ആഴ്ചത്തെ മുൻകൂർ നോട്ടീസോടുകൂടിയായിരിക്കും മിക്കവരെയും ടെർമിനേറ്റ് ചെയ്യുക. ഇനിയും അത് മാത്രമല്ല, പ്രൊബേഷൻ കാലാവധി നീട്ടാൻ സാധിക്കുമോ? ഇത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പ്രൊബേഷൻ കാലയളവ് ഇല്ലാതെ എനിക്ക് ജോലിക്ക് കയറാൻ സാധിക്കുമോ? അത് ഏത് കമ്പനിയാണോ ആ കമ്പനിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ. പല മലയാളികളും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്. 6 മാസത്തെ പ്രൊബേഷൻ ശേഷവും നിങ്ങളുടെ പ്രകടനത്തിൽ കമ്പനിക്ക് പൂർണ്ണ തൃപ്തി വന്നിട്ടില്ലെങ്കിൽ ഇത് നീട്ടാൻ സാധിക്കുമോ? ചില തൊഴിൽ നിയമ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതിന് ചില പ്രത്യേക നിബന്ധനകളുണ്ട്. അതിന് 6 മാസത്തെ പരിധിയാണ്. ആദ്യ പ്രൊബേഷൻ കാലയളവ് 3 മാസം ആയിരുന്നെങ്കിൽ അത് പരമാവധി 6 മാസം വരെ നീട്ടാൻ തൊഴിലുടമയ്ക്ക് അവകാശമുണ്ട്. 6 മാസത്തിന് ശേഷം ഇത് നീട്ടാൻ ജീവനക്കാരന്റെ, അതായത് തൊഴിൽ ചെയ്യുന്നവന്റെ സമ്മതം കൂടി വേണം. കാലാവധി നീട്ടണമെങ്കിൽ ജീവനക്കാരൻ പുതിയ ഭേദഗതി കരാറിൽ ഒപ്പിടണം. എന്നാൽ മലയാളികൾക്ക് ഇതിൽ വലിയ ചോയ്സ്, അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഇതിൽ വലിയ ചോയ്സ് ഉണ്ടാകാറില്ല. കാരണം ഈ മാറ്റത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന, അതായത് കുണ്ടികവും കിട്ടുമെന്ന പരോക്ഷമായ സമ്മർദ്ദം കമ്പനിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളിൽ വലിയ പ്രസക്തിയില്ല. കമ്പനിക്ക് അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് വേണമെങ്കിൽ പിരിച്ചുവിടാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി ശമ്പളത്തിലെ വ്യത്യാസം. പ്രൊബേഷൻ സമയത്ത് കുറഞ്ഞ ശമ്പളമാണ് ലഭിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞാൽ ഉയർന്ന ശമ്പളം തരുമെന്ന് പറയുമ്പോഴും പ്രൊബേഷൻ നീട്ടുന്നതിലൂടെ കുറഞ്ഞ ശമ്പളത്തിലുള്ള കാലയളവും ചിലപ്പോൾ നീണ്ടുപോയേക്കാം. അതിൽ തന്നെ സൂചിപ്പിച്ചിരിക്കണം പ്രൊബേഷൻ കാലയളവിന് ശേഷം ശമ്പളത്തിൽ മാറ്റം ഉണ്ടാകും, അതായത് കൂടുതൽ ലഭിക്കുമെന്നുള്ള കാര്യം. അത് വാക്കാൽ പറഞ്ഞാൽ പോരാ, എഴുതി കിട്ടണം. നീ വാക്കാൽ പറഞ്ഞാൽ പോലും അത് 6 മാസം കഴിയുമ്പോൾ, പ്രൊബേഷൻ പീരീഡ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ എംപ്ലോയർ അത് അംഗീകരിച്ച് തരണമെന്നില്ല. എന്തായാലും ഡോക്യുമെന്റ് ആയിട്ട് മാത്രമേ നിയമങ്ങൾ ഇവിടെ പാലിക്കപ്പെടുകയുള്ളൂ, അതിനെ വിലയുള്ളൂ. നമ്മൾ വാക്കുകൊണ്ട് പലതും പറയും, വാചക കസർത്തിൽ പലതും പറയും. തൊഴിലുടമയായാലും മുതലാളിയായാലും അല്ലെങ്കിൽ തൊഴിലാളിയായാലും. അതുകൊണ്ട് എന്തായാലും ഡോക്യുമെന്റ് ചെയ്ത് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ പക്കൽ വേണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഗർഭിണികൾക്ക് ജർമ്മനിയിൽ ലഭിക്കുന്ന പ്രത്യേക നിയമ പരിരക്ഷയുണ്ട്. ജർമ്മൻ ലേബർ നിയമം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പ്രൊബേഷൻ നിയമങ്ങൾ കടുപ്പമാണെങ്കിലും ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇതിൽ വലിയ ഇളവുണ്ട്. അത് ചിലര് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാതെ തന്നെ പിരിച്ചുവിടപ്പെട്ട സംഭവമുണ്ട്. പ്രത്യേകിച്ച് പുതിയ കുടുംബമായി വന്നവർ ആദ്യത്തെ കുട്ടി ജനിച്ചതിന് ശേഷം ജർമ്മനിയിലെത്തി, 2ാമത്തെ കുട്ടി പ്രഗ്നന്റ് ആയപ്പോൾ തന്നെ ചില സാഹചര്യങ്ങളിൽ പിരിച്ചുവിടപ്പെട്ട സംഭവം ഞങ്ങൾക്കറിയാം. ഇതിനെതിരെ പലരെയും ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാപ്തരാക്കി തൊഴിൽ അല്ലെങ്കിൽ ടെർമിനേഷൻ ഒഴിവാക്കി എടുക്കാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാതൃത്വ സംരക്ഷണ നിയമം, അതായത് മുട്ടർഷുട്ട്. ജർമ്മനിയിലെ നിയമപ്രകാരം ഗർഭിണികളായ സ്ത്രീകളെ പ്രൊബേഷൻ സമയത്താണെങ്കിൽ പോലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ല എന്നാണ്. എന്നാൽ ഗർഭാവസ്ഥയിൽ ഉടനീളവും പ്രസവത്തിന് ശേഷമുള്ള ആദ്യത്തെ 4 മാസം വരെയും ഈ സംരക്ഷണം ഉണ്ടായിരിക്കും. ഇതിനിടയിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് സെൽറ്റിനാണ്, അതായത് ചില സാഹചര്യങ്ങൾ ഉണ്ടായ ഒരു സംഭവത്തിന്റെ പേരിലാണ്. എങ്കിലും അവരുടെ ജോലി പിന്നീട് തിരിച്ചു കിട്ടിയ സംഭവം ഞങ്ങൾ ഇടപെട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ഇനി കമ്പനി പൂട്ടേണ്ടി വരുന്ന, അതായത് ഇൻസോൾവൻസി പ്രശ്നം നേരിടുന്ന സാഹചര്യത്തിൽ, അതായത് അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും ലേബർ അതോറിറ്റിയുടെ പ്രത്യേക അനുമതിയോടെ മാത്രമേ ഇവരെ ജോലിയിൽ നിന്ന് നീക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഗർഭധാരണത്തെ ഒരു കാരണമായി കാണിച്ച് ഒരിക്കലും ജോലിയിൽ നിന്ന് പുറത്താക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ഇത് പ്രൈവറ്റ് കമ്പനികളിൽ, അതായത് ഇവിടെ നഴ്സുമാരായി എത്തിയ പ്രൈവറ്റ് ഫേമിൽ ഓൾഡ് ഏജ് ഹോം ആകാം, അല്ലെങ്കിൽ അതുപോലത്തെ പ്രസ്ഥാനങ്ങളിൽ ജോലിക്ക് കയറിയവരെ ഗർഭിണിയാണെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ട കേസുകൾ ഞങ്ങളെ അടുത്ത് വന്നിട്ടുണ്ട്. അതിന് പറ്റിയ വക്കീലിനെയും ഇടപാട് ചെയ്തു കൊടുത്ത് അതിൽ നിന്ന് മുക്തി നേടിക്കൊടുത്തിട്ടുള്ള സംഭവം ഞങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഇതിന്റെ നിയമം വശങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനിയും 6 മാസത്തിന് ശേഷം ലഭിക്കുന്ന ശക്തമായ നിയമ പരിരക്ഷയുമുണ്ട് ജർമ്മനിയിൽ. അതായത് കുണ്ടികുങ് ഷുട്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വോക്സ്വാഗൻ കമ്പനിയിലെ 87 വർഷം നിലനിന്നിരുന്ന ഒരു നിയമം അവര് അപ്പാടെ മാറ്റിക്കളഞ്ഞു. ഇനിയും കരാറിൽ പ്രൊബേഷൻ കാലാവധി 6 മാസത്തിൽ കൂടുതൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഭയപ്പെടേണ്ടതില്ല. ഇതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. ജർമ്മൻ നിയമപ്രകാരം ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ 6 മാസം പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് പിരിച്ചുവിടലിനെതിരെയുള്ള ശക്തമായ നിയമ പരിരക്ഷ തന്നെ, അതായത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഡിസ്മിസൽ, സ്വയം നിലവിൽ വരും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായാൽ പോലും അതും നിങ്ങളെ
രക്ഷപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഇനി 6 മാസത്തിന് ശേഷം നിങ്ങളെ പിരിച്ചുവിടണമെങ്കിൽ കമ്പനിക്ക് വ്യക്തമായ കാരണങ്ങൾ, അതായത് കമ്പനിയുടെ സാമ്പത്തിക തകർച്ച, അല്ലെങ്കിൽ കമ്പനിയിലെ മറ്റ് നിലനിൽപ്പിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇൻസോൾവെൻസി എന്ന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് മോശം കേട് ഉണ്ടാക്കിയെടുത്താലും അതിൽ നിന്നൊക്കെ, എന്നാൽ ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. കോടതിയിൽ അത് തെളിയിക്കേണ്ടി വരും. ഇനി ചെറുകിട കമ്പനികളിലെ ഇളവെന്ന് പറയുമ്പോൾ 10-ൽ താഴെ മാത്രം ജീവനക്കാരുടെ ചെറിയ സ്ഥാപനങ്ങളിലോ സ്റ്റാർട്ടപ്പുകളിലോ ഈ നിയമ പരിരക്ഷയ്ക്ക് ചില നിയന്ത്രണങ്ങൾ കൂടിയുണ്ട്. അതും കൂടി ഓർക്കുക. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ തൊഴിൽ കരാർ, ഇതിന്റെ കൃത്യമായിട്ടുള്ള തൊഴിൽ കരാർ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വേണം ഒപ്പിട്ട് കൊടുക്കാൻ. ആർബൈസ് പെത്രാഗില് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ലഭിക്കുന്ന ആർബൈസ് പെത്രാഗ് ഉണ്ട്, അതായത് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. പൂർണ്ണമായും ഇനി ഭാഷ അറിയത്തില്ലെങ്കിൽ ഭാഷ അറിയാവുന്നവരുമായി കൂടി കണ്ടുവേണം അത് ഒപ്പിട്ട് കൊടുക്കാൻ. ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് അതിനെപ്പറ്റി വിലപിച്ചിട്ട് കാര്യമില്ല. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തു പോയി, അത് ശരിയായില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഭാഷ അറിയാൻ മേല ഇപ്പം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ട് പലരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും നന്നായിട്ട് ജർമ്മൻ ഭാഷ അറിയാവുന്നവരുമായിട്ട് ചർച്ച ചെയ്ത് വേണം ആർബൈസ് പെത്രാഗ് ഉണ്ടർഷാപം ചെയ്ത് കൊടുക്കാൻ. അതാണ് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള കാര്യം. പിന്നീട് അതിനെപ്പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. അതുതന്നെയല്ല, ഈ സമയത്ത് നോട്ടീസ് പീരീഡ് കൃത്യമായി ഇതിൽ എത്രയാണ് എഴുതിയിരിക്കുന്ന പ്രൊബേഷൻ കാലയളവ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. ഇനി നമ്മൾ ഇവിടുന്ന് സ്വയം പിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് എത്ര നാൾ മുമ്പ് പിരിഞ്ഞു പോകേണ്ടതാണ്, എത്ര നാൾ മുമ്പ് കൊടുക്കണം, കുണ്ടിയും ബ്രീഫ് കൊടുക്കണം എന്നുള്ള കാര്യം കൂടി അതിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനിയും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രേഖകൾ സൂക്ഷിക്കുകയാണ് എന്നതാണ്. പ്രൊബേഷൻ സമയത്ത് കമ്പനിയുമായി നടത്തുന്ന എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും ഇമെയിലുകളും കൃത്യമായി സൂക്ഷിക്കണം. പിന്നീട് ഏതെങ്കിലും തരത്തിൽ കോടതിയിലൊക്കെ ഇത് ചോദ്യം ചെയ്യപ്പെടാൻ പോയാൽ അപ്പം തെളിവ് നമ്മൾ കൊടുത്താലേ മതിയാവൂ. വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എല്ലാം ഡോക്യുമെന്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. ഇനി ജോലി നഷ്ടപ്പെട്ടാലോ അതിനെന്താണ് ചെയ്യേണ്ടത്? പ്രൊബേഷൻ സമയത്ത് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കാരണം നഴ്സിംഗ് മേഖലയിൽ നഴ്സായിട്ട് നാട്ടിൽ നിന്ന് എത്തി ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ നന്നായിട്ട് ജർമ്മൻ ഭാഷയില്ല, തൊഴിലല്ല, ജർമ്മൻ ഭാഷയില്ല എന്നതിന്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ട സംഭവം ഞങ്ങൾക്ക് നേരിട്ടറിയാം. പലത് കാര്യങ്ങളും നേരിട്ടറിയാം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അത് ഒരു അരോചകമാണ്. കാരണം എല്ലാം അറിഞ്ഞാണോ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം ഞങ്ങളിവിടെ ഇരുന്ന് തള്ളുകയാണെന്നൊക്കെ പറയുന്ന പല ആളുകളുമുണ്ട്. ഇക്കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു മീഡിയ എന്നുള്ള നിലയിലാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായ വിവരവും അറിവും മറ്റ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശേഷിയും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് പോലും. അതുകൊണ്ട് തന്നെ ജർമ്മൻ എംപ്ലോയ്മെന്റ് ഏജൻസിയിൽ, അതായത് അഗന്റൂർ ഫോർ ആർബൈറ്റ്, തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ അഗന്റൂർ ഫോർ ആർബൈറ്റിൽ മെൽഡം ചെയ്യണമെന്നാണ് നിയമം. അത് എത്രയും കാലം താമസിക്കുന്നുവോ അത്രയും കാലത്തെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ, ഇനി അഥവാ ഇന്ന് രാവിലെയാണ് കുണ്ടികവും പേപ്പർ കിട്ടുന്നത്, അന്ന് തന്നെ പോയി അഗന്റൂർ ഫോർ ആർബൈറ്റിൽ മെൽഡം ചെയ്യണമെന്ന് തന്നെയാണ് നിയമം. ഇത് റുക്കുവർക്കന്റെ ഒരിക്കലും സാമ്പത്തിക നേടാൻ സാധിക്കില്ല. അതാണ് അതിന്റെ മറ്റൊരു നാക്സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇനിയും വിസ കാലാവധിയെയും അൺഎംപ്ലോയ്മെന്റ് ആനുകൂല്യങ്ങളെയും ബാധിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഞങ്ങൾ പറയുന്നത്. അത് ഏറെ നിങ്ങൾക്കും സഹായകരം ആകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വന്നാൽ, ജർമ്മനിയിലെ പ്രൊബേഷൻ കാലയളവ് എന്നത് കരിയറിലെ ഒരു സുപ്രധാന ഘട്ടമാണ്. അത് കൃത്യതയോടെ എല്ലാം ഡോക്യുമെന്റേഷൻ മുഖേന കൈകാര്യം ചെയ്യേണ്ടതാണ്. കൃത്യമായ നിയമബോധത്തോടെയും മികച്ച പ്രകടനത്തോടെയും മുന്നോട്ട് പോയാൽ ജർമ്മനിയിൽ സുരക്ഷിതമായ ഒരു തൊഴിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ ഓരോ മലയാളിക്കും സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങളുടെ വീഡിയോ ശേഖരത്തിലുണ്ട്. നിങ്ങൾക്ക് പരിധി നോക്കിയാൽ, അല്ലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ജർമ്മനിയുമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങളും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളും ജോലി സാധ്യതകളും എന്ന് വേണ്ട ജർമ്മനിയെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങൾ പ്രവാസി ഓൺലൈൻ മാത്രമാണ് കൃത്യമായും വ്യക്തമായും സുതാര്യതയോടെയും പബ്ലിഷ് ചെയ്യുന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ ന്യൂസ് പോർട്ടൽ നോക്കുക. അതോടൊപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.